ഹലോ ഫ്രണ്ട്സ്, 2026 ഫെബ്രുവരി 14 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ പോയിൻറ്റ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നവോധൻ. നവോധൻ എന്താണ്? സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നവോധൻ. ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമാണ് ഇത്. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കാപ്കോ എന്ന കേരള അഗ്രി ബിസിനസ് കമ്പനിക്കാണ് ഉള്ളത്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. 2050 കേരളത്തിലെ 80% പ്രദേശങ്ങളും നഗര സ്വഭാവമുള്ളതാക്കി മാറ്റുകയാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ, പ്രായം 10 മാസം. മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ്റെ അവയവങ്ങൾ 4 കുട്ടികൾക്കാണ് പുതുജീവൻ നൽകിയത്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഗ്രീൻ ചാനൽ വഴിയാണ് അവയവങ്ങൾ എത്തിച്ചത്. ആലിൻ ഷെറിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. തമിഴ്നാട് സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയുടെ പേരാണ് കലൈഞ്ചർ മകളിർ ഉരിമൈ തുകൈ പദ്ധതി. അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക ഉൾപ്പെടെ 5000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയുണ്ടായി. പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പദ്ധതിയാണ് ചിരി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ലീപ് എഹെഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. UNCCS ഫൗണ്ടേഷനും നബാർഡും ചേർന്നാണ് സർഗശേഷി പദ്ധതിയുടെ ഭാഗമായി ഇത് നടപ്പിലാക്കുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പർവ്വത ആരോഹകയാണ് ജ്യോതി ശർമ്മ. ജ്യോതി ശർമ്മ ആരാണ്? ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്ഥാപിച്ച് ഇന്ത്യൻ പർവ്വത ആരോഹകയാണ് ജ്യോതി ശർമ്മ. ബംഗ്ലാദേശിൽ ഇനി താരിഖ് യുഗം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതാരാണ്? താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ. പാർട്ടി ഏതാണ്? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. രാജ്യത്തെ ആദ്യ AI ഉച്ചകോടി ഡൽഹിയിൽ നടക്കും. ഇതിൻ്റെ പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ് എന്നതാണ് ഉച്ചകോടിയുടെ ആപ്തവാക്യം. രാജ്യത്തെ ആദ്യ AI ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കുന്നത്? ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ ആപ്തവാക്യമാണ് എന്ത്? പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ്. പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ് എന്നതാണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യ AI ഉച്ചകോടിയുടെ ആപ്തവാക്യം. നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സംസ്ഥാനത്തെ തരിശുഭൂമി കൃഷിയിടമാക്കാൻ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് നവോധൻ. ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമാണ് നവോധൻ. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കാപ്കോ എന്ന കേരള അഗ്രി ബിസിനസ് കമ്പനിക്കാണ് ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? 2050 കേരളത്തിലെ 80% പ്രദേശങ്ങളും നഗര സ്വഭാവമുള്ളതാക്കി മാറ്റുക എന്നതാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ, പ്രായം 10 മാസം. തമിഴ്നാട് സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയുടെ പേരാണ് കലൈഞ്ചർ മകളിർ ഉരിമൈ തുകൈ പദ്ധതി. പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പദ്ധതിയാണ് ചിരി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ലീപ് എഹെഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. UNCCS ഫൗണ്ടേഷനും നബാർഡും ചേർന്നാണ് സർഗശേഷി പദ്ധതിയുടെ ഭാഗമായി ഇത് നടപ്പിലാക്കുന്നത്. അടുത്തത് ജ്യോതി ശർമ്മ. ആരാണ് ജ്യോതി ശർമ്മ? ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പർവ്വതാരോഹകയാണ് ജ്യോതി ശർമ്മ. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാൻ. രാജ്യത്തെ ആദ്യത്തെ AI ഉച്ചകോടി ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ ആപ്തവാക്യമാണ് പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ്. ഓക്കെ, താങ്ക് യു.